അറേബ്യയിലെ മരുഭൂമിയിൽ ഒരു ചെറിയ ഗ്രാമജീവിതം നയിച്ചിരുന്ന സ്ത്രീയായിരുന്നു ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. അവർ വളരെ ദരിദ്രയായിരുന്നു. വീട്ടിൽ ഭക്ഷണം കുറവ്, ഒട്ടകത്തിനും പാലില്ല, കഴുത വളരെ ബലഹീനമായിരുന്നു. ഒരു ദിവസം മക്കയിൽ ജനിച്ച കുഞ്ഞുങ്ങളെ വളർത്താൻ ഗ്രാമത്തിലെ സ്ത്രീകൾ മക്കയിലേക്ക് പോയി. അവരിലൊരാളായിരുന്നു ഹലീമ ബീവി. പക്ഷേ അവർക്കൊരാൾക്കും അനാഥനായ കുഞ്ഞിനെ എടുക്കാൻ ഇഷ്ടമുണ്ടായില്ല. കാരണം അനാഥക്കുഞ്ഞിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കില്ലെന്ന് അവർ കരുതി. ആ അനാഥക്കുഞ്ഞായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ഹലീമ ബീവി പറഞ്ഞു, കൈയൊഴിഞ്ഞ് മടങ്ങുന്നതിനേക്കാൾ ഈ കുഞ്ഞിനെ എടുക്കാം. അങ്ങനെ അവർ കുഞ്ഞ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അത്ഭുതങ്ങൾ ആരംഭിച്ചു. വീട്ടിലെ വരണ്ട ആടുകൾക്ക് പാലുണ്ടായി. ക്ഷീണിച്ചിരുന്ന കഴുത വേഗത്തിൽ ഓടാൻ തുടങ്ങി. വീട്ടിൽ ബറക്കത്ത് നിറഞ്ഞു. മറ്റുള്ളവർ അത്ഭുതത്തോടെ നോക്കി. ഹലീമയുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ഹലീമ ബീവിക്ക് മനസ്സിലായി. ഈ കുഞ്ഞ് സാധാരണ കുട്ടിയല്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ചെറിയ പ്രായം മുതൽ തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനും സത്യസന്ധനുമായിരുന്നു. ഒരിക്കലും കള്ളം പറഞ്ഞില്ല, ആരെയും ഉപദ്രവിച്ചില്ല. ഹലീമ ബീവിക്ക് അദ്ദേഹത്തോട് അതിയായ സ്നേഹം തോന്നി. വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംനെ മക്കയിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ട സമയം വന്നു. പക്ഷേ വിട പറയുമ്പോൾ ഹലീമ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അവരുടെ വീട്ടിൽ സന്തോഷവും അനുഗ്രഹവും കൊണ്ടുവന്ന കുഞ്ഞായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് കരുണയായി വന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക സ്നേഹം ഹൃദയത്തിൽ നിറയട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.